എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും വേണ്ടി സുഖം തന്നെയാണ്. രാവിലെ ഇതാ പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്നത് കുക്കറിൽ വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ്ട് വെക്കുക കേട്ടോ. ഇപ്പോഴത്തെ അടുപ്പിൽ ഗ്യാസ്മേ തന്നെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനാണ് നമുക്ക് അതല്ല എളുപ്പം. അപ്പോൾ പിന്നെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ചോറൊക്കെ വെന്ത് കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതാ രാവിലെ തന്നെ ഇന്ന് നല്ല ശല്യമായിട്ട് ഇവന്മാർ വന്നിട്ടുണ്ട്. വീടിൻ്റെ പുറത്തും ഓടുമ്പുറത്തൊക്കെ കയറി ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് കേട്ടോ. കാപ്പിക്കുരുവൊക്കെ നന്നായിട്ട് കടിച്ച് അതിൻ്റെ ആ ചണ്ടിയൊക്കെ ഊമ്പി താഴെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു മുട്ടപ്പഴത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ. ആ മരത്തുമ്മലുള്ള പഴങ്ങൾ മൊത്തം പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ് ഇവരെ കൊണ്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ താഴെ ഒരു വീട്ടുകാർ നമ്മൾ കഞ്ഞിവെള്ളം കാടിവെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ആ പശുക്കൾക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബക്കറ്റും വെള്ളം മൊത്തം തട്ടിമറിച്ച് ആകെ കൊള്ളാക്കിയിട്ടുണ്ട്. ഒരു പട തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പറമ്പിൽ മേലായിട്ടൊരു ഇവർക്ക് തിന്നാൻ പറ്റിയൊരു കായിൻ്റെ ഒരു മരമുണ്ട്, താണിമരം എന്നൊക്കെ പറയും. അതാണ് അത്. ആ താനിക്കായി എന്നോ എന്തോ പറയും. അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡെയിലി ഈ ഒരു വേനൽക്കാലം ആകുന്ന സമയത്ത് ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. നമ്മളെ ബാത്റൂമിൻ്റെ പുറത്തുള്ള ആ ഷീറ്റൊക്കെ പൊട്ടിച്ച് താഴെ വീണെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓടുമ്പുറത്തൊക്കെ കയറിയിട്ട് ഓടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും കേട്ടോ. അത്രയും കുരുത്തക്കേടാണ് ഇവരുടെ അടുത്ത്. അപ്പോൾ രാവിലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്നും കണ്ടാൽ ഇവർ പോവില്ല കേട്ടോ. ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓടിച്ചാലാണ് ഒച്ച ഇട്ടാലാണ് ഇവർ ഓടിപ്പോളൂ. നമ്മൾ ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നേർക്ക് ഇങ്ങോട്ട് പാഞ്ഞു വരും കേട്ടോ. അതാണ് ഇവന്മാർ. അപ്പം രാവിലെ തന്നെ ഞാൻ അവരെ കണ്ടപ്പോൾ ഫോൺ എടുത്തിട്ട് വന്നതാണ് വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പുറം വശത്ത് നല്ല കാടല്ലേ, ഫോറസ്റ്റ് പോലെയാണ്. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇവന്മാർ അധികം ഉണ്ടാവുക. എല്ലാം എണ്ണം കൂടി ചെറിയ ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടിട്ടും ഒരു പേടിയില്ല, ഇങ്ങോട്ട് തന്നെ കണ്ടില്ലേ വരുന്നത്. അതാണ് സ്ഥിതി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നിപ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ്, കണ്ണും ചൂടും കേൾക്കുന്നില്ല കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ മേലെന്ന് പെരപ്പുറത്തുനിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. വെറുതെ നശിപ്പിക്കാൻ കേട്ടോ. ഇത് ചിലത് തിന്നും, ചിലത് വെറുതെ കടിച്ച് താഴേക്ക് ഇടും കേട്ടോ. പിന്നെ നമുക്കതൊന്നും എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് തിരക്കിട്ട് കുഞ്ഞൊരു വീഡിയോ ഇട്ടാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കണം. ചോറ് രാവിലെ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിനും ഉച്ചക്കൊക്കെയുള്ള ചോറ് ഒന്നിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വാനരപ്പടയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.